ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പികച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് തവണ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ സജഷൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ റീഡിംഗ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ സ്പൗസ് സീരീസ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ റീഡിങ്സ് കാണാം. ഒരുപാട് റീഡിങ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോഴും വീണ്ടും വ്യൂവേഴ്സും അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വീണ്ടും വീണ്ടും പറയുന്നത് അതേ ടോപ്പിക്കിൽ തന്നെ വീണ്ടും റീഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അതിൽ എല്ലാം കൂടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ ഒറ്റ റീഡിങ്ങിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അത് വളരെ വലുതായി പോവും. നിങ്ങൾക്ക് കണ്ടിരിക്കാനും അത് അത്ര സുഖം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ കണ്ടുമുട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതായത് ഈ ഒരു മൊമെന്റ് തൊട്ട് ഇനി അങ്ങോട്ടുള്ള സമയമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ എവിടെ വെച്ചാണ് ഏതൊരു സാഹചര്യത്തിലാണ് തമ്മിൽ കാണുക. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു അനുഭവം എങ്ങനെയായിരിക്കും, അവരെ കുറിച്ച് ആ ഒരു മീറ്റിംഗിൽ അവരെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ഇംപ്രഷൻ എന്തായിരിക്കും, അവർക്ക് നിങ്ങളെ കുറിച്ചൊരു ഇംപ്രഷൻ എന്തായിരിക്കും, പിന്നെ ഈ ഒരു മീറ്റിംഗ് അത് ഡിവൈൻ പ്ലാൻ അനുസരിച്ച് ഡിവൈൻ ടൈമിങ്ങിൽ കൃത്യമായി നടക്കുന്നതിന് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ റീഡിങ്ങിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോ എന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്നെപ്പോഴും ഓർക്കണം. പേഴ്സണൽ റീഡിംഗ് ഈ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നിങ്ങളും നിങ്ങൾ ഈ ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കാൻ സാധ്യത എന്നുള്ളത് നോക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണ് ഏത് സാഹചര്യത്തിലാണ് ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സും അവർ ഈ ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കാൻ സാധ്യത. ഇനിയുള്ള കൂടിക്കാഴ്ച. ഓക്കെ, സ്പിരിച്വാലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കാണുന്നു. കാരണം ആദ്യം തന്നെ കണ്ടിട്ടുള്ളത് അറ്റ് എ സ്പിരിച്വൽ ഇവന്റ് എന്നൊരു സാഹചര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പിരിച്വൽ കുറച്ച് ആത്മീയമായിട്ടുള്ള ഒരു പരിപാടി അതിൽ. ഓക്കെ, പിന്നെ വന്നത് നോക്കൂ, സ്പിരിച്വൽ ഫാമിലി ഗാദറിങ്. അപ്പോൾ മെഡിറ്റേഷൻ സെഷൻസ് ഒക്കെ വീട്ടിൽ നടത്തുന്നവരൊക്കെ ആണെങ്കിൽ അതിലൂടെ ആയിരിക്കാം ഈ ഒരു വ്യക്തിനെ നിങ്ങൾ ഇനിയുള്ള നിങ്ങളുടെ കൂടിക്കാഴ്ച നിങ്ങളും നിങ്ങൾ ജന്മ വിവാഹം ചെയ്യുന്ന വ്യക്തിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇനി നടക്കാൻ പോകുന്നത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കും. ഇത് കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ടാണ് 3 കാർഡ്സ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്പിരിച്വൽ ഇവന്റ്, സ്പിരിച്വൽ ഫാമിലി ഗാദറിംഗ്, ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ്. ചിലർക്ക് നിങ്ങളുടെ സുഹൃത്തിന്റെ സുഹൃത്ത് ആ ഒരു കാറ്റഗറിയിലാണ് ഈ ആള് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സുഹൃത്ത് വഴി ഈ വ്യക്തിനെ പരിചയപ്പെടാനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ സ്പിരിച്വൽ ഇവന്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങളുടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിരിക്കാം. അപ്പം അവിടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ വരികയും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സുഹൃത്ത് അവരെ കൂടെ ഉണ്ടാകുകയും അങ്ങനെയും ആവാം, കണക്റ്റഡും ആവാം. ഓക്കെ, അപ്പൊ ഈ ഒരു 3 ഒക്കേഷൻസ് ഓർത്ത് വയ്ക്കാം. ഇതിലേതെങ്കിലും ഒരു സാഹചര്യത്തിലാണ് ഇനി നിങ്ങൾ ഈ ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിനെ കണ്ടുമുട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്തൊക്കെ ക്ലൂസ് ഒറാക്കിൾ കാർഡ്സിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നു നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടുള്ള കളക്റ്റീവ്സും അവർ ഈ ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയും തമ്മിലുള്ള ഇങ്ങനത്തെ കൂടിക്കാഴ്ച അതേ സംബന്ധിച്ച് എന്ത് ക്ലൂ ആണ് നൽകാനുള്ളത്? പ്രപ്പോസൽ, an offer or proposal in the future, in the near future that comes as a surprise. ഓക്കെ, അവർ പ്രപ്പോസലിന്റെ രൂപത്തിൽ ഇത് വരാം. ഓക്കെ, അപ്പൊ ഈ വ്യക്തി നേരിട്ടൊരു പ്രപ്പോസൽ ആയിട്ടാവും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. Heartbreak is a part of the human experience. It will pass. ഒരുപക്ഷെ നിങ്ങൾ ഒരു ഹാർട്ട് ബ്രേക്കിലിരിക്കുന്ന സമയത്ത് ഓക്കെ, എനിക്കത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ഭാഗത്തു നിന്നായിരിക്കാം ആ ഒരു സമയത്താണ് ഒരു പ്രപ്പോസൽ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവും ഇത് പ്രപ്പോസ് ചെയ്യുന്നത്, ഇങ്ങനെ നിങ്ങൾക്ക് തമ്മിൽ ഒന്ന് നോക്കിക്കൂടെ, നിങ്ങൾ നല്ല മാച്ചാണ് അങ്ങനെ. അല്ലെങ്കിൽ ഈ ഫാമിലി ഗാദറിംഗ് ഉണ്ട്, സ്പിരിച്വൽ ഫാമിലി ഗാദറിംഗ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഇവന്റ്സിൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരായിരിക്കും
ആ നല്ല കുട്ടിയാണ് അല്ലെങ്കിൽ നല്ല പയ്യനാണ്, നിങ്ങൾക്ക് നല്ല മാച്ചാണ്, അങ്ങനെ നോക്കിക്കൂടെ എന്നൊക്കെ പറയാം. അപ്പൊ ഒരു പ്രപ്പോസൽ എനർജിയാണ് ഫസ്റ്റ് ഈ മീറ്റിൽ ഉണ്ടാവുന്നുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ അതിൽ നിങ്ങളോ അല്ലെങ്കിൽ ആ വ്യക്തിയോ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും. ഓക്കെ, ഇനി ഈ വ്യക്തിനെ സംബന്ധിച്ച്, നിങ്ങൾ ഇതിന് വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിനെ സംബന്ധിച്ച് ഈ ഒറക്കൽ കാർഡ്സിന് എന്താണ് പറയാനുള്ളത് നോക്കാം. Twin flame. Okay. Trust the magnetic pull of your twin flame. It will guide you towards them. So, നിങ്ങളുടെ കാര്യത്തില് ട്വിൻ ഫ്ലെയിം എനർജിയാണ് നിങ്ങളുടെയും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ഇടയിൽ കാണുന്നത്, നിങ്ങൾ ഈ ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ ഇടയിൽ കാണുന്നത്. ഓക്കെ, ഇംപെർഫെക്ഷൻസ്. ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ മെസ്, എംബ്രേസ് ഇറ്റ് ഇംപെർഫെക്ഷൻസ്. സോ ഈ ഒരു വ്യക്തി എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കൂടിക്കാഴ്ചയിൽ അവരങ്ങനെ പെർഫെക്റ്റ് പേഴ്സൺ ആയിട്ട് നിൽക്കാനൊന്നും ശ്രമിക്കുന്നതായിട്ട് കാണുന്നില്ല. അവരവരുടെ ഇംപെർഫെക്ഷൻസും പെർഫെക്റ്റ് സൈഡും എല്ലാം ഒരുപോലെ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അവരായി തന്നെ നിൽക്കുന്നു എന്നൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ ആ വ്യക്തി അങ്ങനെ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്താ എല്ലാവരും എൻ്റെ നല്ല വശം മാത്രമേ കാണാൻ പാടുള്ളൂ, എൻ്റെ ഇംപെർഫെക്ഷൻസ് ആരും കാണാൻ പാടില്ല, അങ്ങനത്തെ ഇതൊന്നുമില്ല. എന്നെ ഞാനായിട്ട് എല്ലാവരും കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ടാരോയിലേക്കാണ് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു അനുഭവം, ഈ ഒരു കൂടിക്കാഴ്ച നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുമായിട്ട് ഇനി നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ച, അത് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടുള്ള കളക്ടീവ്സിന് എത്തരത്തിലുള്ള ഒരു അനുഭവമായിരിക്കും. നിങ്ങൾ കാത്തിരുന്ന തരത്തിലുള്ള, നിങ്ങൾ ഒരുപാട് കാത്തിരുന്നാണ് ഈ ഒരു സാഹചര്യത്തിന് വേണ്ടി എന്ന് കാണുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തതാണ് ഇതുപോലുള്ള ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ആ ഒരു എനർജീനെ ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇത് സർപ്രൈസ് ആയിരിക്കും, പക്ഷേ ഒരു റിജക്ഷൻ എനർജി ഒന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ കാണുന്നില്ല. ഡെഫിനറ്റ്ലി ആ ഒരു ഫാമിലി, ഈ വ്യക്തിയുടെ ഒരു പാർട്ട്ണറായിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ ഈ ഒരു മീറ്റിംഗിൽ തന്നെ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഫാമിലി അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രപ്പോസൽ എനർജി ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഓക്വേർഡ്നെസ്സോ ഒന്നും തോന്നില്ല. നിങ്ങൾക്ക് അത് ഓക്കെ ആയിരിക്കും. എന്ന് മാത്രമല്ല, നിങ്ങൾ അതിനൊരു ആക്ച്വലി വെൽക്കമിങ് ആയിരിക്കും. അത് ഓക്കെ സ്വീകരിക്കാൻ നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. മാത്രമല്ല, ഇതുവരെ നിങ്ങളുടെ ഇപ്പോൾ പാസ്റ്റ് പ്രണയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പാസ്റ്റ് എനർജി നിങ്ങളിൽ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ വിട്ടു പോകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫസ്റ്റ് മീറ്റ് സംഭവിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ പാസ്റ്റ് എനർജീസ്, നിങ്ങൾ അതുവരെ വിട്ടുപോകാതെ നിന്നിരുന്ന പാസ്റ്റ് എനർജീസ് ഒന്നുമല്ല, അല്ലെങ്കിൽ അതിന് പെട്ടെന്നൊരു പ്രാധാന്യം ഇല്ലാതായ ഒരു ഫീലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നും, നിങ്ങൾക്ക് തന്നെ തോന്നും ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഒന്നുമല്ലാതായി പോയ ഒരു സിറ്റുവേഷൻ. നിങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായി ഡിറ്റാച്ച്ഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്, പാസ്റ്റിൽ നിന്ന്. യെസ്, ഒരു എൻഡിങ് ആണ് അവിടെ സംഭവിക്കുന്നത്. Clarify the 4 of Coins. നിങ്ങൾക്ക് വളരെ ഒരു സേഫ് ഫീൽ ആണ് ഈ വ്യക്തിയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഉണ്ടാകുക കേട്ടോ. നിങ്ങൾ കുറച്ച് ഒരു സേഫ്, ഒരു സെക്യൂർ ഫീൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മാത്രമല്ല, ഡെഫിനറ്റ്ലി അവിടെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എനർജി ഉണ്ട്, ഭയങ്കര ഒരു അണ്ടർലൈൻ എനർജി നോക്കുക. ഏസ് ഓഫ് കപ്സ് ആ ഒരു വ്യക്തിനെ ഒരു റൊമാൻറ്റിക് ഫീലിങ്സിന് ഒരു അട്രാക്ഷൻ, ഒരു റൊമാൻറ്റിക്കലി ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് അവരോടും അവർക്ക് നിങ്ങളോടും തോന്നാനുള്ള എല്ലാ സാഹചര്യവും എല്ലാ സാധ്യതയും ഈ ഒരു കൂടിക്കാഴ്ചയിൽ കാണുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി അവിടെ നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് മീറ്റ് അത് അതിൻ്റെതായ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു ഫാമിലി ആസ് എ പാർട്ട്ണർ ഈ വ്യക്തിയൊക്കെ ഇമാജിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ പാസ്റ്റ് ഒന്നുമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമേ അല്ല, അത് നിങ്ങൾക്കൊരു പ്രാധാന്യം ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനോട് ഡിറ്റാച്ച്ഡ് ആകുന്നതായിട്ട് നിങ്ങൾ അറിയുന്നുണ്ട്. ഈ വ്യക്തിയുടെ പ്രസൻസിൽ നിങ്ങൾ വളരെയധികം സെക്യൂർ ആയിരിക്കും, സേഫ് ആയിരിക്കും, അങ്ങനെ ഒരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ട്. മാത്രമല്ല, ഇത് നിങ്ങൾക്കൊരു പുതിയ അനുഭവമാണ്. ഇത്തരത്തിലൊരു എക്സ്പീരിയൻസ് ഓക്കെ വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇതിന് മുൻപ് റൊമാൻറ്റിക് ആസ്പെക്റ്റിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് എൻജോയ് ചെയ്യും, നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും എന്ന് നമുക്ക് കാണുന്നു. ഇനി നിങ്ങൾക്ക് ഈ ഒരു കൂടിക്കാഴ്ചയില് നിങ്ങൾക്ക് കളക്റ്റീവില് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടുള്ള കളക്റ്റീവ്സിന് ആ ഒരു ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയെ കുറിച്ചുള്ള ഇംപ്രഷൻ ഈ കൂടിക്കാഴ്ചയിൽ എന്തായിരിക്കും? ഒരുപാട് നാളായിട്ട് അറിയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും, വളരെ ഒരു ഫെമിലിയർ ആയിട്ട്. ഇപ്പോൾ ആദ്യമായി കാണുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വ്യക്തിനെ കുറേ നാളായിട്ട് അറിയാമെന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓക്കെ,
ഒരു ഫാമിലി, ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ആ വൈബ് ഓൾറെഡി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പെർഫെക്റ്റ് പാർട്ട്ണർ ആകാൻ, ഒരു ഫാമിലി ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ട്ണർ എന്നുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ കുറെ കാലങ്ങളായിട്ട് മുൻജന്മ ബന്ധമുള്ളത് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും ഇവരോട് സംസാരിക്കുമ്പോൾ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു ഫാമിലി, ഓക്കെ, ഒരു പാർട്ട്ണർ, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ എന്ന രീതിയിൽ അവരെ കാണാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കൂടിക്കാഴ്ചയിൽ നിങ്ങളുടെ ഇംപ്രഷൻ തന്നെ അങ്ങനെയാണ്. പൊട്ടൻഷ്യൽ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾ കാണുന്നത്. നല്ലൊരു ഫ്രണ്ട്ലി എനർജി നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെയധികം ആ വ്യക്തിയുടെ ആ ഒരു കമ്പനി എൻജോയ് ചെയ്യുന്നുണ്ട്. അവരുമായിട്ടുള്ള കോൺവെർസേഷൻ, ഇന്ററാക്ഷൻ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് പെട്ടെന്ന് അവസാനിക്കരുത് എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അതായത് ഈ ഒരു ഇന്ററാക്ഷൻ പെട്ടെന്ന് അവസാനിക്കണ്ട, പതുക്കെ പോയാൽ മതി സമയം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഭയങ്കര സ്ട്രോങ് ആയിട്ട് അത് ഉണ്ടാവും. ഓക്കെ, അതുപോലെ ഈ വ്യക്തി വളരെ പേഷ്യന്റ് ആണ്, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു ഇംപ്രഷൻ ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വ്യക്തി. ഓക്കെ, ആ ഒരു ഫ്രണ്ട്ലി എനർജി ഉണ്ട്. എല്ലാവരുമായിട്ട് നല്ലൊരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാള്. പിന്നെ മാത്രമല്ല, ഫാമിലിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ആ ഒരു കമ്മിറ്റ്മെന്റ്, മാരേജിലൊക്കെ വിശ്വാസമുള്ള, അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാള്. അങ്ങനത്തെ ഒരു ഇംപ്രഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്ന ഒരാള്, ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാള്. പ്രായത്തിൽ കവിഞ്ഞ പക്വത നിങ്ങൾ അവരിൽ കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഇവരെ ഓൾറെഡി ഈ ഒരു മീറ്റില് ഇവരെന്റെ പാർട്ട്ണർ ആകുകയാണെങ്കിൽ വളരെ നല്ലതാണ്, എന്റെ പാർട്ട്ണറിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഈ വ്യക്തിക്ക് ഉണ്ട് എന്ന ആ തരത്തിലൊരു ഇംപ്രഷൻ, വളരെ സ്ട്രോങ് ആയിട്ടൊരു ഇംപ്രഷൻ നിങ്ങൾക്ക് ഈ മീറ്റിൽ ഉണ്ടാവുന്നുണ്ട് ഈ വ്യക്തിയെ കുറിച്ചിട്ട്. കാരണം നമുക്ക് 10 ഓഫ് പെന്റക്കിൾസും 10 ഓഫ് കപ്സും ഇവിടെ കിട്ടിയിട്ടുണ്ട്. 10 ഓഫ് കപ്സ് രണ്ടാമത്തെ പ്രാവശ്യം കിട്ടുന്നത്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയുമായിട്ട് ഒരു ഫ്യൂച്ചർ, ഒരു കണക്ഷൻ, മാരീഡ് ലൈഫ്, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ഫസ്റ്റ് മീറ്റിൽ തന്നെ. ഓക്കെ, നിങ്ങൾ വളരെ സർപ്രൈസ്ഡ് ആയിരിക്കും. ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത് വരെ ആ മീറ്റിംഗിന് മുൻപും ഓക്കെ നിങ്ങളുടെ മൈൻഡ് സെറ്റും നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ, ആ മീറ്റിംഗിന് ശേഷമുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റും മനസ്സിലൂടെ പോകുന്ന കാര്യം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നിങ്ങൾ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരുപക്ഷെ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല, ഇങ്ങനെ ഒരാളെ ഞാൻ മീറ്റ് ചെയ്യുന്ന വിചാരിച്ചേയില്ല, അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലോട്ട് കടന്നു വരും. അത് അത്രയും സർപ്രൈസിങ് ആയിരിക്കും, നിങ്ങളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്തതാണ് എന്ന് കാണുന്നു. ഇനി ഈ വ്യക്തിക്ക്, നിങ്ങൾ ഈ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടുള്ള കളക്ടീവ്സിനെ സംബന്ധിച്ച് ഉള്ള ഇംപ്രഷൻ ഈ കൂടിക്കാഴ്ചയിൽ എന്തായിരിക്കും? ഒരു ഫ്രഷ് എനർജി. അവർ ഇതുവരെ അങ്ങനെ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ചിന്തകളും ഒക്കെയുള്ള ഒരു വ്യക്തി. ഓക്കെ, അവർക്ക് ഈക്വൽ ആയിട്ടാണ് അവർ നിങ്ങളെ കാണുക. എല്ലാം കൊണ്ടും അവരുമായിട്ട് ഒരു ബാലൻസ്, പെർഫെക്റ്റ് ബാലൻസ് നിങ്ങളുടെയും അവരുടെ ഇടയിൽ കാണുന്നുണ്ട്. ബ്യൂട്ടിഫുള്ളി കോംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് അവർ കാണുന്നു. നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ പോസിബിൾ ആണ് എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഒരു സ്റ്റേബിൾ സെക്യൂർ ഫ്യൂച്ചർ. അവർ വളരെ അട്രാക്റ്റഡ് ആയിരിക്കും നിങ്ങളിൽ. എസ്പെഷ്യലി നിങ്ങളൊരു ലേഡിയാണ്, നിങ്ങളൊരു വുമൺ ആണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫെമിനിൻ ചാം അത് അവരെ വളരെയധികം അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഫെമിനിൻ എനർജി, നിങ്ങളുടെ ഒരു ലുക്ക്, ദ വേ യു ആർ പ്രസന്റിങ് യുവർ സെൽഫ്, നിങ്ങളെ ഒരുക്കി നിങ്ങൾ എങ്ങനെയാണോ കൊണ്ടുപോകുന്നത്, ആ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലാണോ നിങ്ങളുടെ ഡ്രസ്സിങ് ഒക്കെ, അതൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ശബ്ദം, ഇതെല്ലാം അവരെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ എനർജി ഓവറോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഈ വ്യക്തിക്ക് നിങ്ങൾക്കൊരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ കെയർ ചെയ്യാനും ഒക്കെ ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം നിങ്ങൾ വളരെ ഒരു സ്പോയിൽഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല, വഷളായിട്ടുള്ള ഒരാളൊന്നുമല്ല. ഓക്കെ, ഒരുപാട് പേര് സ്നേഹിക്കാനൊക്കെ ഉണ്ടാവും. സാധാരണ കുറച്ച് പേർക്ക് ചില വാശികളും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ പക്ഷെ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, ആരെയും അങ്ങനെ അധികം ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. അവർ ആ ഒരു എനർജി നിങ്ങളിൽ കാണുന്നുണ്ട്. അവർ ഡെഫിനറ്റ്ലി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട്. ഓക്കെ, അവർക്ക് ആ ഒരു പൊട്ടൻഷ്യൽ പാർട്ട്ണർ എന്നുള്ള അതവരെ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് അവരിലും ഇതൊരു സഡൻ ഷിഫ്റ്റ് ആണ്, ഒരു സഡൻ ഓപ്പണിംഗ് ആണ്, ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് അവർ സർപ്രൈസ് ചെയ്യുന്നത്. കാരണം
അവരത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഈ ഒരു മീറ്റിംഗിൽ ഇങ്ങനെ അവരൊരു പൊട്ടൻഷ്യൽ പാർട്ട്ണർ അല്ലെങ്കിൽ അവർക്ക് ഈക്വൽ ആയിട്ടുള്ള ഇത്രയും അട്രാക്റ്റഡ് ആകുന്ന ഒരാളെ മീറ്റ് ചെയ്യും. ഓക്കെ, അവർക്കൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇതൊന്നും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, അതാണ് ഈ ഒരു മീറ്റിംഗിലൂടെ സംഭവിക്കുന്നത്. അപ്പൊ അത് അവരൊട്ടും പ്രതീക്ഷിക്കാത്തൊരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഈ ഒരു മീറ്റിംഗിൽ സംഭവിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ്, ഇങ്ങനെ ഒരു റൊമാൻറ്റിക് എൻകൗണ്ടർ ഒന്നും അവരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതിൻ്റെതായ ഒരു സർപ്രൈസ് എനർജി ഉണ്ടാവും. അവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി, ഇത് എന്താ ഉണ്ടായത്, എന്തെങ്ങനെ ഉണ്ടായി, എന്ത് പെട്ടെന്ന് ഇങ്ങനെ വരാണ്ടായി, ഈ വ്യക്തി ഇവരെന്നെയാണോ, അങ്ങനത്തെ ഒരു ചെറിയൊരു കൺഫ്യൂഷനും അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇവരെന്നെയാണോ എൻ്റെ പാർട്ട്ണർ, അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ അവർക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ മീറ്റിംഗ്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ള മീറ്റിംഗ്, ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് അത് കൃത്യമായിട്ട് ഡിവൈൻ ടൈമിൽ ഡിവൈൻ പ്ലാൻ അനുസരിച്ച് ഒരു കാലതാമസമില്ലാതെ നടക്കുന്നതിന് നിങ്ങൾ കളക്റ്റീവ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു തരത്തിലും നിങ്ങൾ ഇതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഇന്ന സമയത്ത് നടക്കണം, ഇന്ന പോലെ നടക്കണം, അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ആദ്യത്തെ ഗൈഡൻസ്. രണ്ടാമത് പറയുന്നത് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ രൂപത്തില്, ഭാവത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ നിങ്ങൾ അതിനെ ആഗ്രഹിച്ച് കുറെ പ്ലാനൊക്കെ ഇട്ട് പക്ഷെ അത് ചെയ്യാതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് വരുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ അതിന്റെ മനസ്സിൽ നനച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ അത് ചെയ്യുന്നുണ്ടാവില്ല. ആക്ഷൻസ് എടുത്തു തുടങ്ങാൻ പറയുന്നു. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയുന്നു, അത് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ബി ഇൻ ദ പ്രസന്റ്, എൻജോയ് യുവർ ലൈഫ്. ലൈഫ് എങ്ങനെയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ദിവസം സംഭവിക്കുന്നത്, ആ ദിവസത്തിൽ ആ നിമിഷത്തിൽ ഫോക്കസ് ചെയ്ത് ജീവിക്കാൻ പറയുന്നു. ആ നിമിഷത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നല്ല നല്ല അനുഭവങ്ങൾ, ആനന്ദങ്ങൾ, സന്തോഷങ്ങൾ അതിൽ ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറയുന്നുണ്ട്. ജീവിതത്തിൽ നടക്കുന്ന ഓരോ നല്ല കാര്യങ്ങൾക്കും ഈശ്വരനോട് നന്ദി പറയാൻ പറയുന്നു. ജീവിതം ഏത് ദിശയിലാണോ പോകുന്നത് ആ ദിശയിൽ നിങ്ങളും പോവുക. ഓക്കെ, ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കാതിരിക്കാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. ഒരു ലൈഫിൽ കുറേയും കൂടെ ഗ്രൗണ്ടഡ് ആയിരിക്കുക. അതായത് നിങ്ങൾ പ്രസന്റ് മൊമെന്റിലല്ല ജീവിക്കണേ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. നിങ്ങൾ പ്രസന്റ് മൊമെന്റിലല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് പ്രസന്റ് മൊമെന്റിലേക്ക് മടങ്ങി വരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പ്രസന്റ് മൊമെന്റിലായിരിക്കുക, ഈ മൊമെന്റ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു ദിവസം തുടങ്ങുമ്പോൾ ആ ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. ആ കാര്യങ്ങളൊക്കെ ആ ദിവസം അവസാനിക്കുന്നതിനുള്ളിൽ നിങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഐഡിയൽ ആയിട്ടിരിക്കുമ്പോൾ, ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് അനാവശ്യ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരിക. പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സഹായങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് അതാത് സമയങ്ങൾ അയക്കുന്നുണ്ട്. അതിനോട് ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആകുക. അതായത് യൂണിവേഴ്സ് കൊണ്ടുതരുന്ന എനർജീസ് അത് എന്ത് തന്നെയാണെങ്കിലും അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ആ ഒരു ഓപ്പൺനെസ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നിങ്ങളോട് പറയുന്നു, സമാധാനമായിട്ടിരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നോക്കുക. അണ്ടർലൈൻ എനർജി കിങ് ഓഫ് വീൽസ്. ഇവിടെ ക്യൂൺ ഓഫ് വീൽസ് ഓൾറെഡി ഉണ്ട്. ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിയാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ എനിക്ക് കാണാനായിട്ടുള്ളത്. പെർഫെക്റ്റ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയാം, സമാധാനമായിട്ടിരിക്കുക. ഈ വ്യക്തി എപ്പോൾ വരും, ഞാൻ കണ്ടുമുട്ടുമോ, എനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ, ഇനി കുറെ നാളെടുക്കുമോ, അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. സമാധാനത്തോടായിരുന്നു ഈ ഒരു നിമിഷത്തിൽ ഫോക്കസ് ചെയ്ത് ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് സെൽഫ് കെയർ ഒക്കെ ചെയ്ത് ജീവിതത്തിനെ ആസ്വദിച്ച് ഒക്കെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലൊക്കെ ആയിരുന്നു കൊണ്ട് മുന്നോട്ട് പോകുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്ത് പ്രൊഡക്റ്റീവ് ആയിരുന്നുകൊണ്ട് മുന്നോട്ട് പോകുക. നിങ്ങൾ അത്രേ ചെയ്യേണ്ടതുള്ളൂ. ഈ സംഭവം കൃത്യം അതിന്റെ സമയത്ത് പ്ലാൻ അനുസരിച്ച് നടക്കുന്നതാണ്. ഒരു കാലതാമസം അതിന് ഉണ്ടാവില്ല. ഓക്കെ, ഇതിനെക്കുറിച്ച് നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിനെക്കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. യൂണിവേഴ്സിന് ഒരു പ്ലാൻ ഉണ്ട്, ആ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഓക്കെ, അപ്പോ ഇനി നമ്മളിവിടെ ക്ലൂസ് എടുക്കുന്നത് ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കുകയാണ്. അപ്പൊ ഇതിൽ നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന ക്ലൂസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, നിങ്ങൾ ഈ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലൂസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടുള്ള കളക്റ്റീവ്സ്, ഒരു ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തി, ഇവരൊക്കെ ഈ കളക്റ്റീവ്സിന്റെയും അവർ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്?
ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ തിരികെ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ അക്ഷരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതില് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ്, അതുപോലെ പേരിലുള്ള അക്ഷരങ്ങളൊക്കെ ഉണ്ടാകാം കേട്ടോ. ത, ജ, ഓ, ഖ, ന, ഉ, ഹ. ഇനി നമുക്ക് നക്ഷത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചതയം, അവിട്ടം, പൂരം, ഉത്രാടം, ചിത്തിര. ഇനി 2 മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇടവം, കുംഭം. ഓക്കെ, 2 ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശനി, ബുധൻ. ഇനി തീയതികളാണ് കിട്ടിയിട്ടുള്ളത്. 7, 11, 13, 19, 22, 24, 25, 30. ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയാണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ഈ ജന്മം നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി തൊട്ടുള്ളത്, ഈ ഒരു മൊമെന്റ് തൊട്ടുള്ള സമയമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ആ ഒരു കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് ഒരു ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയെ എവിടെയാണ് കണ്ടുമുട്ടാൻ പോകുന്നത്? ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് മാക്സിമം 3 കാർഡ്സ് ആണ് വേണ്ടത്. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് ഇപ്പൊ ഈ സമയം തുടങ്ങി എവിടെ വെച്ചിട്ടാണ് ഒരു ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയെ കണ്ടുമുട്ടാൻ പോകുന്നത്? ഓക്കെ, നമുക്ക് 3 കാർഡ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 3 കാർഡ്സ് ആണ് വേണ്ടത്. ആദ്യത്തേത് ഡ്യൂറിങ് ആൻ ഔട്ടിംഗ് വിത്ത് ഫ്രണ്ട്സ്. അപ്പൊ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ടാണ് ഈ വ്യക്തിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫാമിലി. ചിലർക്ക് ഫാമിലി കുടുംബമാണ് നിങ്ങളെ ഈ വ്യക്തിനെ ആയിട്ട് ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം എടുക്കുന്നത്. നിങ്ങളുടെ ഫാമിലിയിലൂടെയാണ് ഈ വ്യക്തിനെ നിങ്ങൾ പരിചയപ്പെടുന്നത്. മൂന്നാമത്തത് ക്യാമ്പസ് എൻകൗണ്ടർ. ഇത് ഒരു എന്താ പറയുക, നിങ്ങളുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട് ക്യാമ്പസിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഈ വ്യക്തിനെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പറഞ്ഞ ഇതിലേതെങ്കിലും ഈ 3 സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെച്ചിട്ടാണ് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് ഓക്കെ നിങ്ങൾ ഈ ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിനെ ഇനി കണ്ടുമുട്ടാനായിട്ട് പോകുന്നത്. അപ്പോ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങൾ വെച്ചിട്ടുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്ലൂസ് യൂണിവേഴ്സിന് ഒറക്കിൾ ഡെക്ക് വഴി, ഒറക്കിൾ മെസ്സേജ് വഴി നൽകാനുണ്ട് നോക്കാം. ഓക്കെ, ട്രസ്റ്റ് ആണ് ആദ്യത്തെ കാർഡ്. Guard your heart. Not everyone deserves your trust. അടുത്ത കാർഡ് കിട്ടിയിട്ടുള്ളത് ഹാർട്ട് ബ്രേക്ക് ഇസ് എ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ എക്സ്പീരിയൻസ്, ഇറ്റ് വിൽ പാസ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് കുറച്ചൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് മേറ്റ് പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾ ഒരു പക്ഷെ നിങ്ങളുടെ ഹീലിംഗ് പീരീഡിലായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി അവരുടെ ഹീലിംഗ് പീരീഡിലായിരിക്കാം നിങ്ങൾ ഈ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ. പിന്നെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് എളുപ്പം ആരും വിശ്വസിക്കരുതെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് മീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊന്ന് എല്ലാവരെയും കുറച്ചൊരു അകലത്തിൽ നിർത്തുക. ഓക്കെ, ആരെയും അടുപ്പിക്കാതിരിക്കുക. ഈവൻ ഈ പേഴ്സണെ അടക്കം ഒരു പരിധി വിട്ട് അടുപ്പിക്കാതിരിക്കാനായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരെയും ഒന്നൊരു ബൗണ്ടറി ഇട്ടിട്ട് നിർത്താനാണ് നിങ്ങളോട് പ്രത്യേകം പറയുന്നത്. ഓക്കെ, ഇനി ഈ വ്യക്തി, അതായത് ഗ്രൂപ്പ് 2 വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്ലൂസ് ആണ് ഈ ഒറക്കൽ മെസ്സേജസ് വഴി യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നത്? Dreams. Look to your dreams. They hold all the answers you seek. ഓക്കെ, ഈ വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള ക്ലൂസ്. ഓക്കെ,
ഒന്നുകിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള ക്ലൂസ് നിങ്ങളുടെ സ്വപ്നത്തിലൂടെ ഈ ഒരു മീറ്റിങ്ങിന് തൊട്ട് മുൻപായിട്ട് കുറച്ച് നാൾ മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഈ ഒരു മീറ്റിംഗ് നിങ്ങളുടെ ഇടയിൽ രണ്ടുപേരുടെ ഇടയിൽ ആ ഒരു കണ്ടുമുട്ടൽ ഉണ്ടാവുന്നതിന് മുൻപായിട്ട് അവർക്ക് അവരുടെ സ്വപ്നത്തിൽ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന, ഓക്കെ, വളരെ വ്യക്തമായ വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന യൂണിവേഴ്സ് നൽകുന്നുണ്ട്. വെഡിങ്. വാവ്. ടേക്ക് യുവർ റിലേഷൻഷിപ്പ് ടു ദ നെക്സ്റ്റ് ലെവൽ വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. അപ്പൊ ഈ വ്യക്തി ഡെഫിനറ്റ്ലി അവരുടെ ഫോക്കസ് വെഡിങ് എന്നുള്ളതിലേക്ക് തന്നെയായിരിക്കും. ഓക്കെ, വിവാഹം എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് അവർ സീരിയസ് ആയിരിക്കും എന്നർത്ഥം. വെറുതെ ഒരു നേരമ്പോക്കിനുള്ള റിലേഷൻഷിപ്പ് അല്ല അവർ നോക്കുന്നത്, ഒരു ഫാമിലി ബിൽഡ് ചെയ്യാൻ തന്നെയാണ് അവർ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം, ഓക്കെ, അവരെ തന്നെ ധൃതി വെച്ച് ഈ ഒരു റിലേഷൻഷിപ്പിനെ വിവാഹത്തിലേക്ക് എത്തിക്കില്ല. സമയമെടുത്ത് സാവധാനം എപ്പോഴാണോ രണ്ടുപേരും ഒരുപോലെ തയ്യാറാകുന്നത് അപ്പോഴാണ് അടുത്ത ഘട്ടത്തിലേക്ക് അവര് നീങ്ങുള്ളൂ. അവരൊരിക്കലും അങ്ങനെ ഫോഴ്സ് ചെയ്യില്ല എന്ന് കാണുന്നുണ്ട്. അവരുടെ ഉദ്ദേശം എന്തായാലും വിവാഹം തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു കൂടിക്കാഴ്ച, ആ ഒരു അനുഭവം ഗ്രൂപ്പ് 2 എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഒരു റൊമാൻറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു കൂടിക്കാഴ്ച നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഇമാജിനേഷനേക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ആയിരിക്കും നടക്കുന്നത്. നിങ്ങളൊരു ഓൾറെഡി ഒരു ക്ലിയർ എബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ, ഓക്കെ, സൈക്കിക് എബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച്, ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് വ്യക്തമായ ഒരു സൂചന അല്ലെങ്കിൽ ഒരു ക്ലൂ അല്ലെങ്കിൽ ഒരു വിഷൻ ഇത് നടക്കുന്നതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ നിമിഷങ്ങൾക്ക് മുന്നേ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജി നമുക്ക് കാണുന്നു. യൂണിവേഴ്സ് വ്യക്തമായി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നു എന്നുള്ളതിന്. അതിനുശേഷമാണ് ഈ കൂടിക്കാഴ്ച സംഭവിക്കുന്നത്. അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഡ്രീം അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ നിങ്ങളുടെ റിയാലിറ്റി ആകുമ്പോൾ നമുക്കൊരു അത്ഭുതവും ഒരു അതിശയമൊക്കെ തോന്നൂലേ? ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. പക്ഷെ അതിനപ്പുറം ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നും. അത് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ഉള്ള അനുഭവം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സും അങ്ങനെ തന്നെയായിരിക്കും. സംതിങ്, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും മികച്ച ഒരു അനുഭവം. ഓക്കെ, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അതിൽ സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ ആദ്യ കൂടിക്കാഴ്ച ഉണ്ടാകുമ്പോൾ ഇങ്ങനെയായിരിക്കണം അങ്ങനെയായിരിക്കണം എന്നൊക്കെ നിങ്ങൾ ചില വിഷ്വലൈസേഷൻസ് ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിൽ കുറെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കുറെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. എങ്കിലും ഇവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മികച്ചൊരു അനുഭവമായിരിക്കും എന്ന് കാണുന്നു. നിങ്ങൾക്ക് ഫൈനലി നിങ്ങളുടെ ലവ് ലൈഫുമായി കണക്ട് ചെയ്തിട്ട് ഒരു ഫോർവേഡ് മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന അങ്ങനെ ഒരു ഫോർവേഡ്, ഓക്കെ, നിങ്ങളുടെ ലവ് ലൈഫിൽ എന്തോ സംഭവിക്കുന്നു, ഒരു പുരോഗതി ഉണ്ടാകുന്നു എന്നുള്ള ഒരു അനുഭവം തരുന്നതായിരിക്കും ഈ ഒരു കൂടിക്കാഴ്ച. ഓക്കെ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആണ് ഈ കൂടിക്കാഴ്ച. അപ്പോൾ നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ റിയാലിറ്റി ആകുന്നതാണ് ഈ കൂടിക്കാഴ്ച. ആൻഡ് ഡെഫിനറ്റ്ലി ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ വളരെ സർപ്രൈസിങ് ആയിരിക്കും. പോസിറ്റീവ്ലി, ഓക്കെ, സർപ്രൈസിങ് ആയിരിക്കും. പിന്നെ നിങ്ങൾ ആ ഒരു ഡിവൈൻ ടൈമിങ്, അതിന്റെ പ്രാധാന്യം ഈ ഒരു മീറ്റിങ്ങിലൂടെ അറിയുന്നതാണ്. അപ്പൊ നിങ്ങളൊക്കെ കൃത്യമായിട്ട്, ഓക്കെ, ഇതാണ് ഡിവൈൻ ടൈമിങ്ങിൽ നടക്കണം എന്ന് പറയണേ അല്ലേ? ആ ഡിവൈൻ ടൈമിങ്ങിൽ നടന്നപ്പോൾ നോക്കൂ, എല്ലാം എന്ത് പെർഫെക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്ന, നിങ്ങൾക്ക് തന്നെ അത് അനുഭവത്തിൽ വരുന്ന ഒരു അനുഭവമാണ് ഈ കൂടിക്കാഴ്ച. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. അപ്പൊ കുറെ സംഭവങ്ങൾ നിങ്ങൾ ശരിക്കും അതിശയിപ്പിക്കും. കാരണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത പോലെ, നിങ്ങൾ ഇമാജിൻ ചെയ്ത പോലെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പോലെ തന്നെ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചില അനുഭവങ്ങൾ വളരെ അതിനേക്കാൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ചതുമായിരിക്കും. അങ്ങനെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്ന സൂചന പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഒരു ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് തന്നെ സംഭവിക്കുന്നു. അപ്പൊ നിങ്ങൾക്കത് വളരെ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു കൂടിക്കാഴ്ച. ഓക്കെ, എല്ലാം കൊണ്ടും. ഇനി ഈ കൂടിക്കാഴ്ചയില് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് അത് ഈ ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയെ കുറിച്ചുള്ള ഇംപ്രഷൻ എന്തായിരിക്കും? ഓക്കെ, ഒരു കൺഫ്യൂഷൻ എനർജി കാണുന്നുണ്ടല്ലോ. നിങ്ങളുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മനസ്സിന് ഒരു നിമിഷത്തേക്കെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മനസ്സിനെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിർത്തുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു കൂടിക്കാഴ്ച. ഓക്കെ, അപ്പം ഇവരെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഒരു ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതേസമയം ആ ഒരു മീറ്റിംഗിൽ അതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മറന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയണ്ടേ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് പെട്ടെന്ന് ടെൻസ്ഡ് ആകുന്ന ഒരാളാണ്. ആ ഒരു എനർജി നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടും.
പക്ഷെ പക്വതയുള്ള ഒരാളാണ്, പക്വതയുണ്ട് അവർക്ക്. ഓക്കെ, കുറച്ച് ഇരുത്തം വന്ന പ്രകൃതമാണ് എന്നുള്ളത് ഉണ്ടാവും. അവരെ ചിലപ്പോൾ കാണാൻ കാഴ്ചയ്ക്ക് വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, പ്രായത്തിനനുസരിച്ചിട്ടുള്ള അത്രയും ഒന്നും കാഴ്ചയ്ക്ക് ഉണ്ടാവില്ല. ഓക്കെ, ചിലപ്പോൾ ഒരു വയസ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും ചെറുപ്പമായിട്ടൊക്കെ അവർ തോന്നുക, പക്ഷെ അതേസമയം വളരെയധികം ഒരു മെച്യൂരിറ്റി ഉള്ള ഒരാളായിരിക്കും. ഒരു ഹാപ്പി എനർജി, ഒരു നിങ്ങൾക്ക് അവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അങ്ങനത്തെ ഒരു ഈസി ഗോയിങ്, നിങ്ങളിങ്ങനെ എന്താ പറയുക ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്നൊന്നും കാണുന്നില്ല. അതായത് അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ, ഇങ്ങനെ അങ്ങനെയൊന്നും തോന്നുന്നില്ല. നിങ്ങൾ വളരെ ഫ്രീ ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അത്തരത്തിലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവർ നിങ്ങൾക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ എഫേർട്ട് എടുക്കാൻ മടിയില്ലാത്ത ഒരാൾ, അങ്ങനത്തെ ഒരു ഇംപ്രഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ കുറിച്ചിട്ട് ഉണ്ടാകുന്നത്. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് പല ടെൻഷൻസ് ഉണ്ടാവുന്നത്, നിങ്ങളുടെ ചില ടെൻഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുന്നതായിട്ട് കാണുന്നു. പക്ഷെ അതിനെല്ലാം അവരൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പല കാര്യങ്ങൾ നിങ്ങൾ വെറുതെ ഓവർ തിങ്ക് ചെയ്യായിരുന്നു, അത് നിങ്ങൾ പ്രതീക്ഷിച്ചത്ര ഭീകരമൊന്നുമല്ല എന്നുള്ളൊരു ബോധം അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളെയും വളരെയധികം വ്യക്തമായി കാണാനും സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടത്, എന്ത് തീരുമാനം എടുക്കേണ്ടതെന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരാൾ. ഓക്കെ, അങ്ങനത്തെ ഒരു ഇംപ്രഷൻ നിങ്ങൾക്ക് അവരെ കുറിച്ച് ഉണ്ടാവുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്, ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, ആശ്രയിക്കാൻ പറ്റുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ഇംപ്രഷൻ ആണ് നിങ്ങൾക്ക് ഇവരെ കുറിച്ച് ഉണ്ടാവുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിരിക്കും ഇവരെ കാണാൻ. ഓക്കെ, അവരുടെ സംസാര രീതിയൊക്കെ പെട്ടെന്ന് എല്ലാവരെയും ആകർഷിക്കുന്നതായിരിക്കും. അവരുടെ പേഴ്സണാലിറ്റി, അവരെ തന്നെ ക്യാരി ചെയ്യുന്ന ഒരു രീതി, അവരുടെ ഒരു നടക്കുന്ന രീതി, സംസാരിക്കുന്ന രീതി, അവരുടെ വസ്ത്രധാരണം എല്ലാം അട്രാക്ഷൻ, ഈസിലി അട്രാക്ട് ചെയ്യുന്ന, ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് കാണുന്നത്. നിങ്ങളും വളരെയധികം അവരിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. അവരുടെ ശബ്ദം, അവർ സംസാരിക്കുന്ന രീതിയിൽ, അവരെ പ്രസന്റ് ചെയ്തിട്ടുള്ള രീതിയിൽ, മൊത്തത്തിൽ അവരുടെ പെരുമാറ്റം എല്ലാം നിങ്ങളെ ഒരുപാട് ഇംപ്രസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാവുന്നുണ്ട്. ഓക്കെ, ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഗ്രൂപ്പ് 2 ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടുള്ള കളക്ടീവ്സിനെയുമായി ബന്ധപ്പെട്ട് എന്ത് ഇംപ്രഷൻ ആണ് ഈ കൂടിക്കാഴ്ചയിലൂടെ ഉണ്ടാകുന്നത്? നല്ലൊരു സുഹൃത്തിനെ അവർ നിങ്ങളിൽ കാണുന്നുണ്ട്, നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഓക്കെ, വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അങ്ങനത്തെ ഒരു ഇത് നിങ്ങളെ കുറിച്ച് ഉണ്ടാവുന്നുണ്ട്. അവർ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചിലപ്പോൾ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നതൊക്കെ വളരെ ഫണ്ണി ആയിട്ട്, കുറെ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനത്തെ നിങ്ങൾ വേണമെങ്കിൽ വളരെയധികം ഫ്രീ ആകുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ചില സംസാരവും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ വളരെയധികം ഇവർ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇവരെ സംബന്ധിച്ച് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവർ അത്രമേൽ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പം അവർക്ക് കുറേയും കൂടെ പ്രതീക്ഷ ഉണ്ടാവാണ് ജീവിതത്തെ സംബന്ധിച്ച്, ഒക്കെ ഭാവിയെ കുറിച്ചൊക്കെ. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവരിലെ നിങ്ങളുടെ സംഭാഷണത്തിലൂടെ, നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ അവരിലൊരു പ്രതീക്ഷ കൊണ്ടുവരാൻ സാധിക്കും, ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സാധിക്കുന്നതായിട്ട് ഇവര് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, കാരണം അവരത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, അതവർ ശ്രദ്ധിക്കുന്നു. പിന്നെ വളരെ കുറച്ച് സീരിയസ് ആണ് നിങ്ങൾ. അങ്ങനെ ഒരുപാട് അങ്ങനെ എന്താ പറയാ വളരെ ബബ്ലി ആയിട്ട് നടക്കുന്ന ഒരു പേഴ്സൺ അല്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള, കുറച്ചൊരു റിസർവ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അങ്ങനത്തെ ഒരു എനർജി അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ വളരെ ഓപ്പൺ ആയി പറയുന്ന ഒരാളാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ എന്താ പറയാ നോ പറയേണ്ടടുത്ത് നോ പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. കാര്യങ്ങൾ ഓപ്പൺ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രശ്നമില്ലാത്ത ഒരാളാണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ അവർ ഡെഫിനറ്റ്ലി അവർ നോട്ട് ചെയ്യുന്നുണ്ട്, അതിൽ അവർ ഇംപ്രസ്ഡ് ആകുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരുമായിട്ടൊരു ഹെൽത്തി ബൗണ്ടറി നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്കും നിങ്ങളെ ഒരു വിശ്വസിക്കാൻ പറ്റുന്ന, ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്നൊരു ഫെയ്ത്ത്ഫുൾ എനർജി നിങ്ങളിൽ നിന്നും അവർക്കും കിട്ടുന്നുണ്ട്. പരസ്പരം ആ ഒരു തോട്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായി ശ്രദ്ധ കൊടുത്ത് അതിലേക്ക് ഫുള്ളി ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാള്, അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങളെ കുറിച്ച് ഉണ്ടാകുന്നുണ്ട്. കഷ്ടപ്പെടാൻ മടിയില്ലാത്ത ആളാണ് എന്നുള്ള, കുറച്ചൊരു ഈ പറഞ്ഞ പോലെ റിസർവ്ഡ് ടൈപ്പ് ആണ് എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങളെ കുറിച്ച് ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾ കുറച്ച് ഗാർഡഡ് ആയിരിക്കും. ഓക്കെ, കംപ്ലീറ്റ്ലി അങ്ങനെ നിങ്ങൾ ഓപ്പൺ അപ്പ് ആവുന്നതായിട്ടൊന്നും കാണുന്നില്ല ഈ വ്യക്തിയായിട്ട്. കുറച്ചൊരു ബൗണ്ടറി നിങ്ങൾ അവരുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, അത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് വളരെ പ്രൊട്ടക്റ്റീവ് ആണ് എന്നുള്ള ഒരു ചിന്ത അവർക്ക് അതിന്റെ റിയലൈസേഷൻ ഉണ്ടാവുന്നത്, ചിന്തയല്ല, അവർ റിയലൈസ് ചെയ്യുന്നു നിങ്ങൾ കുറച്ച്
നിങ്ങളെ കുറിച്ച് കുറച്ച് പ്രൊട്ടക്റ്റീവ് ആണ്, നിങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും ഓപ്പൺ അപ്പ് ചെയ്യില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ അവർക്ക് വളരെയധികം ഒരു സേഫ് സെക്യൂർ ഫീൽ ഉണ്ടാവുന്നത്. അതായത് നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യില്ല, അവർക്ക് അവരായി തന്നെ നിൽക്കാം, നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യില്ല, അവരെ കുറിച്ച് എന്താ പറയാ കളിയാക്കില്ല, അങ്ങനെയൊക്കെ അവർക്കൊരു ഉറപ്പ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് പാർട്ട്ണറിനെ അവര് നിങ്ങളിൽ കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു നിങ്ങളുടെ ഒരു കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുപക്ഷെ അവര് അവരുടെ ഫ്യൂച്ചർ സ്പൗസ്, അവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ആളിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണുമ്പോൾ ഈ കുട്ടി നല്ലതാണല്ലോ, അല്ലെങ്കിൽ ഈ പയ്യൻ കൊള്ളാമല്ലോ, എന്റെ പാർട്ട്ണർ ആവാൻ ബെസ്റ്റ് ആണ്, ഞാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ട് ക്യാരക്ടർ വൈസ്. പിന്നെ കാണാനും വേണമെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സിമിലർ ആയിരിക്കും നിങ്ങൾക്കും. അപ്പം ആ ഒരു ഡെഫിനറ്റ്ലി അവിടെ ഒരു നിങ്ങളെക്കാൾ കൂടുതൽ ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ അവരുടെ ആ ഒരു മൊത്തത്തിലുള്ള പെരിഫറൽ കാര്യങ്ങളിലാണ് നിങ്ങൾ ഇംപ്രസ്ഡ് ആകുന്നത്. നിങ്ങൾ അതിന് ആഴത്തിലേക്കൊന്നും നോക്കുന്നില്ല, കാരണം നിങ്ങൾ കുറച്ച് ഗാർഡഡ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഈ വ്യക്തിക്ക് കുറെ കൂടെ നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് അട്രാക്ഷൻ ആണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഈ ഫസ്റ്റ് ഈ പറഞ്ഞ മീറ്റ്, ഓക്കെ, ഇപ്പൊ തുടങ്ങിയുള്ള ഈ ഒരു ഇപ്പൊ തുടങ്ങിയ സമയത്തിന്റെ ഉള്ളില് ഭാവിയില് നടക്കാനിരിക്കുന്ന ഈ ഒരു മീറ്റിംഗ്, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ട് നടക്കാനിരിക്കുന്ന മീറ്റിംഗ്, അത് കൃത്യസമയത്ത്, അതായത് ഡിവൈൻ പ്ലാൻ അനുസരിച്ച് ഡിവൈൻ ടൈമിൽ നടക്കുന്നതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഈ ഒരു പേഴ്സണിനോട് ഓപ്പൺ അപ്പ് ആവുക, എനർജറ്റിക്കലി നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കണം. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, ഇങ്ങനെ ഒരു കമ്മിറ്റഡ്, ഇത് ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനോട് നിങ്ങൾ മാനസികമായിട്ട് തയ്യാറാകണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരാളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിന് നിങ്ങളോട് തയ്യാറാകാൻ പറയുന്നു. അതിന് തടസ്സം നിൽക്കുന്ന എന്ത് പാസ്റ്റ് എനർജീസ് ഉണ്ടെങ്കിലും അതിനെ ഉപേക്ഷിക്കുക. ഈ ഒരു പുതിയ എനർജീനെ എംബ്രേസ് ചെയ്യുന്നതിന് നിങ്ങൾ തയ്യാറാകുക. ഓക്കെ, ഇതൊരു പുതിയ തുടക്കമാണ്, ജീവിതത്തിൽ ഒരു റീസ്റ്റാർട്ട് ആണെന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ലവ് ലൈഫിൽ ഇതൊരു ഫ്രഷ് സ്റ്റാർട്ടാണ്. അപ്പോൾ ഇതിനാണ് നിങ്ങൾ തയ്യാറാകേണ്ടത് എന്ന് കാണുന്നു. നിങ്ങളോട് കുറേയും കൂടെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോകാൻ പറയുന്നു. ഓക്കെ, കുറേയും കൂടെ ഒരു ലൈഫിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നു. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഈ ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ, മാരീഡ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ അതിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൽ നിന്ന്, നിങ്ങളുടെ സ്പൗസിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇതിനെ സംബന്ധിച്ച് മാക്സിമം ആയിട്ട് ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ആളുകൾ ഉണ്ടാവില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ, അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ആളുകളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി ഓട്ടോമാറ്റിക്കലി ഒരു ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് മാറും. ഓക്കെ, നിങ്ങൾക്ക് കുറേ കൂടെ ലൈറ്റ് വെയിറ്റ് എനർജിയിൽ നിങ്ങളാവും, കുറെ കൂടെ പ്ലസന്റ് പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയിൽ നിങ്ങൾ എപ്പോഴും ആയിരിക്കും. അപ്പൊ അതിനെ സഹായിക്കുന്ന ആളുകളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറയുന്നു. ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, ഈ എന്താ പറയാ ഫസ്റ്റ് മീറ്റ് നിങ്ങളോട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നു, അതിനൊരു വിഷ്വലൈസേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായ മെത്തേഡ് ഏതാണ് അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കൂടിക്കാഴ്ച ഓക്കെ നിങ്ങളോട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. കോൺഫിഡന്റ് ആയിട്ടിരിക്കാൻ പറയുന്നു. കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നിങ്ങളോട് ആ ഒരു മാനിഫെസ്റ്റേഷൻ ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടി അലൈൻഡ് ആക്ഷൻസ് എടുത്ത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നു. ബി ട്രൂത്ത്ഫുൾ ടു യുവർ സെൽഫ്, അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് പറയാൻ സ്വയം അത് തിരിച്ചറിയുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചറിയുന്നതിന് നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം അതായത് നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് അത് ആലോചിച്ച് അതിന് ഉത്തരം കിട്ടുമ്പോൾ അതിനെ ഒരു തരത്തിലും മടിയില്ലാതെ ഒരു ചമ്മലില്ലാതെ അതിനെ മുഴുവനായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് ജഡ്ജ് ചെയ്യുന്നൊരു ഫീലാ, ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ മോശമായിട്ട് കരുതൂ, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക, ഇങ്ങനെയൊക്കെ ഒരു ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നതായിട്ട് കാണുന്നു. അത് പാടില്ല. ബി ട്രൂത്ത് ടു യുവർ സെൽഫ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അവർ നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, അവരുമായിട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കണം, ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ വ്യക്തത കൊണ്ടുവരുമ്പോൾ അവിടെ പൂർണ്ണമായിട്ടും സത്യസന്ധരായിരിക്കണം. ഇവിടെ ആരെയും നിങ്ങൾ വേറെ ഇംപ്രസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് നിങ്ങൾ വേറെ ആരോടും ഷെയർ ചെയ്യാൻ പോകുന്നില്ല. ഇത് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അവിടെ ഓപ്പൺ ആവുക, അവിടെ ഓണസ്റ്റ് ആവുക. ഓക്കെ, സത്യസന്ധമായിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ് കൃത്യമായിട്ട് എഴുതേണ്ടത്. അത് അങ്ങനെ എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡയറിയിൽ അങ്ങനെ എഴുതുന്നതായിരിക്കും കൂടുതൽ നല്ലത്.
അപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു വ്യക്തത കിട്ടും ഏത് തരത്തിലുള്ള ആളെയാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അത് വെച്ചുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, അത് വെച്ചുകൊണ്ട് ഈ ഒരു കണക്ഷന് വേണ്ടി ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആകുമ്പോൾ അത് കുറേം കൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അതാണ് നിങ്ങളോട് അങ്ങനെ സത്യസന്ധരാവാൻ പറയുന്നത്, നിങ്ങളോട് തന്നെ സത്യസന്ധരാവാൻ പറയുന്നു. ഇനി നമ്മൾ ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇതില് നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന ക്ലൂസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്ലൂസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ ക്ലൂസ്, നിങ്ങളുടെമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ലൂസിൽ ഉണ്ടെങ്കിലാണ് ഈ ഗ്രൂപ്പ് നിങ്ങളുടേതാകുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെമായി ബന്ധപ്പെട്ട ക്ലൂസ് കാണുന്നില്ലെങ്കിൽ മറ്റ് 2 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കാണേണ്ടതാണ്. അപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സും അവർ ഇതിന് വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ അക്ഷരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അതായത് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പേരിൽ ഉള്ള അക്ഷരങ്ങളായിരിക്കും. ഓക്കെ, ആ, ഠ, എ, ഢ, ഴ, ള, ഉ, ല, ഠ. ഇനി നമുക്ക് തീയതികൾ കിട്ടിയിട്ടുണ്ട്. 12, 14, 15, 22. നമുക്ക് ഇനി നക്ഷത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആയില്യം, തൃക്കേട്ട, രേവതി, ചോതി, പുണർദം, അശ്വതി, ഉത്രാടം, കാർത്തിക, ചിത്തിര. പിന്നെ രാശികൾ കിട്ടിയിട്ടുണ്ട്. കന്നി രാശി, മീനം രാശി, മേടം രാശി, കർക്കടകം രാശി. പിന്നെ മാസങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇടവം, മിഥുനം, തുലാം, കർക്കടകം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയാണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ഈ സെയിം വിഷയത്തിൽ തന്നെ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും വിഷയത്തിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ആവശ്യപ്പെടാം. ഓക്കെ, മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. അപ്പം നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ കണ്ടുമുട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത് പറയുന്ന ഈ ക്ലൂസ് എല്ലാം ഇപ്പൊ തുടങ്ങിയാണ് എഫക്റ്റീവ് ആവുക. നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് അപ്പൊ തുടങ്ങി ആണ് അതിന് പ്രാധാന്യമുള്ളൂ. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചല്ല പറയണേന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് അവർ ഇതിന് വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയെ എവിടെയാണ് കണ്ടുമുട്ടുന്നത്? നമുക്ക് 3 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അറ്റ് എ ബിസിനസ് ഇവന്റ് എന്ന് കിട്ടുന്നു. At a place you least expect during your friend's personal event. അപ്പോൾ ഒരു ബിസിനസ് ഇവന്റിൽ നിങ്ങൾ പരിചയപ്പെടാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് ഒക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ഫംഗ്ഷൻ ഒക്കെ അതിൻ്റെ ഒക്കെ ഭാഗമാകുന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നിങ്ങൾ ഈ വ്യക്തിനെ കണ്ടുമുട്ടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ചിലവർക്ക് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നത്. അതെവിടെയാണെന്ന് കൃത്യമായി പറയുന്നില്ല. അപ്പം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഈ കൂടിക്കാഴ്ച ഉണ്ടാവുന്നത്.
ഇത് ഈ ഗ്രൂപ്പ് 3 തന്നെ ഉള്ള ചില കളക്റ്റീവ്സിന് എങ്ങനെയാ വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പേഴ്സണൽ ഇവന്റ്, അതായത് അവരുടെ എൻഗേജ്മെന്റ്, കല്യാണം, അല്ലെങ്കിൽ അവരുടെ ഹൗസ് വാമിംഗ്, അവരുടെ കുട്ടികളുടെ നെയിമിംഗ് സെറമണി, ബർത്ത്ഡേ സെലിബ്രേഷൻസ്, അങ്ങനെ അവര് ആ നിങ്ങളുടെ സുഹൃത്തിന്റെ വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പരിപാടിയിൽ, ചടങ്ങിലോ വെച്ചിട്ടാണ്, ആ ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തിനെ, നിങ്ങൾ ജന്മവിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിനെ കണ്ടുമുട്ടാനായിട്ട് സാധ്യത കാണുന്നത്. അപ്പൊ ഇങ്ങനെ 3 ഒക്കേഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഇതിൽ ഏത് വേണമെങ്കിലും ആകാം. അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കളക്റ്റീവ് ആയതുകൊണ്ട് ചിലവർക്ക് ഈ ഗ്രൂപ്പ് 3 തന്നെയുള്ള ചിലവർക്ക് ബിസിനസ് ഇവന്റ് ആയിരിക്കും, ചിലവർക്ക് ഈ ഡ്യൂറിങ് യുവർ ഫ്രണ്ട്സ് പേഴ്സണൽ ഇവന്റ് ആയിരിക്കും, മറ്റു ചിലർക്ക് എ പ്ലേസ് യു ലീസ്റ്റ്. അപ്പൊ അത് 3ഉം നോട്ട് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇനി ഈ ഒരു മീറ്റ്, ഈ പറഞ്ഞ 3 സാഹചര്യം ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3 പെട്ട കളക്റ്റീവ്സ് വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുമായിട്ടുള്ള മീറ്റ്, ഇനി നടക്കാൻ പോകുന്ന ഈ മീറ്റുമായി ബന്ധപ്പെട്ട് എന്ത് ക്ലൂസ് ആണ് യൂണിവേഴ്സിന് നൽകാനുള്ളത്? സെലിബ്രേറ്റ് ടുഡേ, സെലിബ്രേറ്റ് ദ ലവ് യു ഷെയർ വിത്ത് ദോസ് ഹൂ മാറ്റേഴ്സ് ദ മോസ്റ്റ്. അപ്പോൾ എനിക്ക് സെലിബ്രേറ്റ് എന്നുള്ളത് കിട്ടിയപ്പോൾ ഈ ഫ്രണ്ട്സിന്റെ പേഴ്സണൽ ഇവന്റ് പറഞ്ഞല്ലോ, അപ്പോൾ ഒന്നില്ലെങ്കിൽ അവരുടെ ആനിവേഴ്സറി, ബർത്ത്ഡേ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വെച്ചിട്ട്, ഒരു ഇന്റിമേറ്റ് ഫംഗ്ഷൻ ആകാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് എന്തായാലും വ്യക്തിനെ പരിചയപ്പെടുന്നത്. ഒരു സെലിബ്രേഷൻ മോഡാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ അത് കുറച്ചൊരു പാർട്ടി, അങ്ങനത്തെ ഒരു എന്താ പറയുക, റിസപ്ഷൻ കൈൻഡ് ഓഫ് ഇവന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഡിവൈൻ ടൈമിങ്, ട്രസ്റ്റ് ഇൻ ഡിവൈൻ ടൈമിങ്, ലവ് അറൈവ്സ് when it's meant to. അപ്പൊ നിങ്ങൾ സമയം എപ്പോഴാന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ ചിന്ത പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണിത്. ഡിവൈൻ ടൈമിങ്ങിലാണ് സംഭവിക്കുക. എപ്പോഴാണ് അത് സംഭവിക്കേണ്ടത് അപ്പോൾ അത് സംഭവിച്ചിരിക്കും. ഇനി ഈ നിങ്ങൾ ഈ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നൽകാനുള്ള ക്ലൂസ് എന്താണെന്ന് നോക്കാം. abundance, open your heart to receive the abundant love the universe has to offer. അപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ലവ് അത് വളരെ അബണ്ടന്റ് ആയിരിക്കും എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അത് സ്വീകരിക്കാൻ നിങ്ങളോട് തയ്യാറാകാൻ പറയുന്നുണ്ട്. റൈറ്റ് പാത്ത്, ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ ജേർണി ആൻഡ് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. അപ്പൊ നിങ്ങൾ കറക്റ്റ്, ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയെ കണ്ടുമുട്ടുന്ന ആ പാതയിലാണ്, കറക്റ്റ് പാത്തിലാണ് ഇപ്പൊ ആയിരിക്കുന്നത് കേട്ടോ. റൈറ്റ് പാത്താണ്. അപ്പൊ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വേണ്ട, ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. നിങ്ങൾ റൈറ്റ് പാത്തിലാണ്. വൈകാതെ തന്നെ ആ ഡിവൈൻ ടൈമിങ്ങിൽ ഈ വ്യക്തിനെ നിങ്ങൾ പരിചയപ്പെടുന്നുണ്ട്, നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു കൂടിക്കാഴ്ച, നമ്മൾ ഈ പറഞ്ഞ കൂടിക്കാഴ്ച നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, ആ ഒരു അനുഭവം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നിങ്ങളത് ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കും ഈ ത്രൂ ഔട്ട് ഈ ഒരു മീറ്റിൽ എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, അതായത് ഈ ഒരു സാഹചര്യത്തിൽ, ഈ പറഞ്ഞ ഒക്കേഷനിൽ എവിടെയും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്നുള്ളത്. പക്ഷെ അത് നിങ്ങൾക്ക് ഒരുപാട് ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള, ഇമോഷണൽ ഫുൾഫിൽമെന്റ് തരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിരിക്കും ഈ ത്രൂ ഔട്ട് ഈ ഒരു കൂടിക്കാഴ്ചയുടെ സമയത്ത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഒരു പാസ്റ്റിനെ കുറിച്ചുള്ള ഓർമ്മ അതൊന്നും വരുന്നില്ല. നിങ്ങൾ വല്ലാതെ കോഷ്യസ് ആവുക അല്ലെങ്കിൽ ഒരു ഭയം, ഒരു ഗാർഡഡ് എനർജി അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, നിങ്ങൾ വളരെ അട്രാക്റ്റഡ് ആയിരിക്കും. ഇതൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ വളരെ അട്രാക്റ്റഡ് ആയിരിക്കും. റൈറ്റ് പേഴ്സൺ റൈറ്റ് ടൈം എന്നൊരു ഫീൽ നിങ്ങൾക്ക് ഈ ഒരു മൊത്തം കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുണ്ടായിരിക്കും. എല്ലാം വളരെ പെർഫെക്റ്റ് ആണ്, എല്ലാം കറക്റ്റ് ടൈമിൽ കൃത്യമായി നടക്കുന്നു എന്നുള്ള ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഒന്നും ഉണ്ടാവുന്നില്ല. അനാവശ്യമായ പേടി, അനാവശ്യമായ ഒരു ആൻസൈറ്റി ഇതൊന്നും ഉണ്ടാവുന്നില്ല. നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് കാണുന്നത്. മാത്രമല്ല പാസ്റ്റ്, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ലവ് റിലേറ്റഡ് ആയിട്ട് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനിച്ച അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വേദനയിൽ നിന്നുണ്ടായിട്ടുള്ള ഭയം ഉണ്ടായിരിക്കാം, ആൻസൈറ്റി ഉണ്ടായിരിക്കും, അതൊന്നും ഈ ഒരു സിറ്റുവേഷനെ നിങ്ങളെ എഫക്ട് ചെയ്യുന്നില്ല. നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ ഈ വ്യക്തിയോട് വളരെ റൊമാൻറ്റിക്കലി അട്രാക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ആ വ്യക്തിയും നിങ്ങളോട് അട്രാക്റ്റഡ് ആയിരിക്കും. അത് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാകുകയും ചെയ്യും, പരസ്പരം ആ ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് വളരെ ഫുൾഫിൽമെന്റ് തരുന്ന, ഒരു സംതൃപ്തി തരുന്ന ഒരു കൂടിക്കാഴ്ച ആയിരിക്കും ഇത്. ഓക്കെ, അപ്പൊ ഒരു പ്ലസന്റ് സർപ്രൈസ് എന്ന് പറയാം, അങ്ങനത്തെ ഒരു എനർജിയാണ് കിട്ടുന്നത്. ഇനി ഈ കൂടിക്കാഴ്ചയില് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടുള്ള കളക്റ്റീവ്സിന് അവർ ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയെ കുറിച്ചുള്ള ഇംപ്രഷൻ എന്തായിരിക്കും? പെർഫെക്റ്റ് പാർട്ട്ണർ. ഓക്കെ, നിങ്ങൾക്ക് പറ്റിയ ആളാണ്, എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ചേർന്ന് പോകുന്ന, നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യുന്ന, നിങ്ങളെ ബാലൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ഇംപ്രഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആണെന്നുള്ളത് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് ദ വൺ എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്.
ഒരു തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഒരു സംശയമൊന്നും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, നിങ്ങളൊരു പക്ഷേ ഇതെങ്ങനെ എല്ലാവരോടും ഷെയർ ചെയ്യണ്ട എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. നിങ്ങളുടെ ആ ഒരു ഇന്നർ ഗൈഡൻസിനെ ആയിരിക്കും നിങ്ങൾ ഇവിടെ ഫോളോ ചെയ്യാം. അപ്പം ഈ വ്യക്തിയെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പേഴ്സൺ, അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എല്ലാത്തിലും കൃത്യമായ പ്ലാനിങ് ഉള്ള, കുറച്ചൊരു പ്രൊട്ടക്റ്റീവ് എനർജി കൂടുതലാണ്. ഇപ്പൊ എന്തും ഏതും എന്താ പറയാ, അവരെ ഒരു ആരും ദോഷം വരുത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അതേസമയം മറ്റാരും അവരുടെ പ്ലാൻസിനെ എന്താ പറയാ സാബോട്ടേജ് ചെയ്യാൻ പാടില്ല, അവരുടെ കാര്യങ്ങളെ ഒരു ദോഷം വരുത്താൻ പാടില്ല എന്നൊരു ചിന്തയുള്ള പ്രിക്കോഷൻ എടുക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ. ഓക്കെ, അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരാള് എന്നൊരു തോട്ട് ഇവരെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഹെർമിറ്റ് കാർഡില് ഒരു ലോൺ പേഴ്സൺ. ഓക്കെ, ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡൻസിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാള്. ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ചിലപ്പോൾ ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. കുറച്ചും കൂടെ അവരിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരാള് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരെ കുറിച്ച് നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു പ്രൊട്ടക്റ്റീവ്നെസ് ഇവരെ കുറിച്ച് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു പ്രൊട്ടക്ട് ചെയ്യണം എന്നൊരു തോന്നല്, അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് അവരോട് ഉണ്ടായിരിക്കും. ആ ഒരു പ്രൊട്ടക്റ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് അവരോടൊപ്പം ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളരെ സേഫ് ആയിരിക്കും. എന്നാൽ അതേസമയം നിങ്ങൾക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യണം, കെയർ ചെയ്യണം, അങ്ങനത്തെ ഒരു തോന്നലും നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഒരു ലോങ് ടേം കണക്ഷൻ നിങ്ങൾ ഓൾറെഡി ഇവരുമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇത് ജസ്റ്റ് ഈ ഒരു കൂടിക്കാഴ്ചയിൽ അവസാനിക്കുന്ന ഒരു ബന്ധമല്ല എന്ന പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഈ വ്യക്തിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, എഫേർട്ട് എടുക്കാൻ മടിയില്ലാത്ത, എന്തൊരു കാര്യത്തിലും ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് ആയിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, വളരെ ആത്മാർത്ഥതയോടുകൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഫുള്ളി എഫേർട്ട് എടുക്കുന്ന ഒരാളാണ് എന്നൊരു ഇംപ്രഷൻ ഇവരെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഈ കൂടിക്കാഴ്ചയില് ഗ്രൂപ്പ് 3 ഈ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടേഴ്സിനെ കുറിച്ചുള്ള ഇംപ്രഷൻ. ഓക്കെ, നമുക്ക് 9 of Swords ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ 9 of Swords. ഓക്കെ, കുറച്ച് ടെൻഷനൊക്കെ ഉള്ള ഒരാളാണ്, പക്ഷേ അത് പുറത്ത് കാണിക്കാതെ കുറേയും കൂടെ ബോൾഡ് ആയിട്ട്, കുറേയും കൂടെ കോൺഫിഡൻ്റ്ലി ആ സിറ്റുവേഷൻ, അതായത് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ അത് ആ ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. അങ്ങനത്തെ ഒരാളാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ള ഒരു ഇംപ്രഷൻ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തിലും എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്, എന്താണ് അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഒരാൾ. അങ്ങനെ പെട്ടെന്നൊരു മാറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ സ്റ്റക്കായി പോകാത്ത ഒരു വ്യക്തി, അങ്ങനത്തെ ഒരു തോന്നല്, പെട്ടെന്ന് ആ മാറ്റത്തിനോട് പൊരുത്തപ്പെടുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു ഇംപ്രഷനാണ് നിങ്ങളെ കുറിച്ച് ഉണ്ടാവുന്നത്. വളരെ റൈറ്റിയസ് ആയിട്ടുള്ള പേഴ്സൺ. ഓക്കെ, അതായത് ഓണസ്റ്റ് ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന, കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സത്യസന്ധമായിട്ട് സംസാരിക്കാനും സത്യസന്ധമായി പെരുമാറാനും താല്പര്യമുള്ള ഒരാള്, കള്ളം പറയുന്നത് ഇഷ്ടമല്ലാത്ത ഒരാള്. ഓക്കെ, എല്ലാം നേരായ വഴി കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ഒരു പ്ലസന്റ് എക്സ്പീരിയൻസ്, വളരെ നിങ്ങളെ കുറിച്ച് നിങ്ങൾ വളരെയധികം ഒരു ഒപ്റ്റിമിസ്റ്റിക് ആണ്. പിന്നെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ നല്ല കാര്യങ്ങളോട് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. നിങ്ങൾ എക്നോളജ് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന എല്ലാ ചെറിയ വലിയ കാര്യങ്ങളും നിങ്ങൾ എക്നോളജ് ചെയ്യുന്നു. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി. ഒരു പ്ലസന്റ് എനർജിയാണ് നിങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഒരു ഈക്വൽ പാർട്ട്ണർ. ഓക്കെ, വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള, അവർക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന, അവരെ വെൽ ബാലൻസ് ചെയ്യുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു ഇംപ്രഷൻ അവർക്ക് നിങ്ങളെ കുറിച്ച് ഉണ്ടാവുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് പരിചയമുണ്ട്. വളരെ ഒരു ഫെമിലിയർ എനർജി അവർക്ക് നിങ്ങളെ കുറിച്ച് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ഫെമിലിയർ എനർജി ഉണ്ടാവും. നമുക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കിയപ്പോൾ, നിങ്ങൾക്ക് അവരെ കുറിച്ചുള്ള ഇംപ്രഷൻ നോക്കിയപ്പോൾ അണ്ടർലൈൻ കാർഡ് 6 of Cups ആയിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും ആ ഒരു ഫീലിംഗ് ഉണ്ട്. വളരെ ഒരു
കാലങ്ങൾക്ക് കുറെ നാളുകൾക്ക് ശേഷം കാണുന്ന ഒരു വ്യക്തി എങ്ങനെയാണോ, അടുപ്പുള്ള ഒരാളെ കാണുമ്പോൾ എങ്ങനെയാണോ സംസാരിക്കുക, അതുപോലെ ആയിരിക്കും നിങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാവും പരസ്പരം കാണുന്നതും എന്താ പറയാ പരിചയപ്പെടുന്നതും. പക്ഷെ അങ്ങനെ ഒരു സ്ട്രേഞ്ചർ എന്നൊരു ഫീൽ അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, വളരെ സംസാരിക്കും തോറും, കൂടുതൽ ഇടപഴകും തോറും വളരെയധികം ഒരു അടുപ്പം, ഒരു പരിചയമൊക്കെ നിങ്ങൾക്ക് പരസ്പരം തോന്നുന്നതായിട്ട് കാണുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷന്റെ ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവുന്നുണ്ട്. അത് സ്ട്രോങ്ലി നിങ്ങളുടെ ജീവിത പങ്കാളിക്കാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ചെറുതായിട്ട് അതൊരു ഫീലിംഗ് ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ ജീവിത പങ്കാളിക്കാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യാം. ഇനി ഈ ഒരു കൂടിക്കാഴ്ച ഡിവൈൻ ടൈമിംഗ് അനുസരിച്ച്, ഡിവൈൻ പ്ലാൻ അനുസരിച്ച് നടക്കുന്നതിന് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ, നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രണയബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാസ്റ്റ് എനർജീസ്, അതിനെ ഉപേക്ഷിക്കാൻ പറയുന്നു. അതിനെ ഉപേക്ഷിക്കാൻ, മൂവ് ഓൺ ചെയ്യുക. അതിനെ നിങ്ങൾ കൂടെ കൂട്ടുന്നിടത്തോളം നിങ്ങൾക്ക് ജീവിതം കുറെ കൂടെ കഠിനമായിട്ടും കുറെ കൂടെ ഭാരമായിട്ടൊക്കെ തോന്നും. ഓക്കെ, അപ്പൊ അത് കളയാനാണ് പറയുന്നത്. അത് ഉപേക്ഷിക്കുക. ഇനിയും ആ ഭാരങ്ങൾ ചുമന്ന് നടക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ ഭാരങ്ങളെ താങ്ങി പിടിച്ചുകൊണ്ട് ഈ വ്യക്തിനെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഒരു ഹെൽത്തി ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എങ്ങനത്തെ ഒരു പാർട്ട്ണറാണ് വേണ്ടത്, എങ്ങനത്തെ ഒരു ലൈഫാണ് വേണ്ടത്, അതിനെക്കുറിച്ച് മാക്സിമം ഒരു ക്ലാരിറ്റി നിങ്ങൾ കൊണ്ടുവരിക. ആ കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തന്നെ കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാവും. ഓക്കെ, അപ്പൊ വേണ്ടാത്ത എനർജികളെ നിങ്ങൾക്ക് മാറ്റി നിർത്താനും അതുവഴി സാധിക്കും. പിന്നെ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കുന്നതിന് ഈ ഒരു സമയം ഉപയോഗിക്കാനായിട്ട് പറയുന്നു. ഹെൽത്തി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറയുന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, ഹെൽത്തി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ട്രസ്റ്റ് ദ ഡിവൈൻ ടൈമിംഗ്. ഡിവൈൻ ടൈമിങ്ങിനെ വിശ്വസിക്കാം. ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുമ്പോഴാണ് ഏതൊരു കാര്യം പെർഫെക്റ്റ് ആവുള്ളൂ. എസ്പെഷ്യലി ഈ ഒരു കൂടിക്കാഴ്ച, ഓക്കെ, നിങ്ങളുടെ ഡിവൈൻ യൂണിയൻ ഒക്കെ ആ ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുമ്പോഴാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും, ഏറ്റവും ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കാം. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ധൃതിയൊക്കെ തോന്നുമ്പോൾ സ്വയം അത് ഓർമ്മപ്പെടുത്തുക. ഓക്കെ, ബി ഇൻ ദ ഡിവൈൻ ഫെമിനിൻ എനർജി. എംപ്രസ് എനർജിയിലായിരിക്കാൻ പറയുന്നു. എംപ്രസ് ഒന്നിന്റെയും പിന്നാലെ പോകില്ല. എംപ്രസിന്റെ ലൈഫിലേക്ക് കൃത്യമായി അതത് സമയങ്ങളിൽ ആ ഒരു സംഭവം എന്താണോ വേണ്ടത് അത് എത്തിയിരിക്കും എന്നുള്ള ബോധ്യം എംപ്രസിനുണ്ട്. അപ്പൊ അതുകൊണ്ട് എംപ്രസിന് ഒന്നിനും ധൃതിയില്ല, ഒന്നിനും പിറകെ പോവില്ല. എംപ്രസ് എന്താ ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്തിട്ട് ആള് മുന്നോട്ട് പോകും. ആളുടെ ലൈഫ് ആള് മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് ആള് ജീവിക്കുന്നത് ഓരോ നിമിഷവും. അപ്പൊ ആള് പ്രസന്റ് മൊമെന്റിലായിരിക്കുന്നു, ആളെ ടേക്ക് കെയർ ചെയ്യുന്നു. ഓക്കെ, ആളുടെ സെൽഫ് കെയർ ആക്ടിവിറ്റീസ്, സെൽഫ് ലവ്, അതിലൊക്കെ ഫോക്കസ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്ത് പോകുക. അത് തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു കല്യാണത്തെ പറ്റി, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ പറ്റിയും അതുപോലെ തന്നെ ഈ കൂടിക്കാഴ്ചയെ പറ്റിയൊക്കെ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു പറയുന്നത്. എത്ര കാഷ്വൽ ആയിട്ടാണെങ്കിലും എത്ര സീരിയസ് ആയിട്ടാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ ഏത് എനർജിയിലാണോ അതാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഓർക്കുക. ഓക്കെ, പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞു വെച്ചാൽ അതാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുക. ഇനി നെഗറ്റീവ് ആയിട്ട്, അതൊരു തമാശയ്ക്ക് പോലും പറയുകയാണെങ്കിൽ പോലും അത് നിങ്ങൾ അട്രാക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് എനർജിയിലായി ഇരുന്നിട്ടാണോ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ കുറിച്ച്, അവരുമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നത്, പറയുന്നത്, അത് തന്നെയാണ് നിങ്ങളുടെ ഈ പ്രണയ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഈ ഒരു എന്താ പറയാ വിവാഹ ജീവിതത്തിലേക്കും ഒക്കെ നിങ്ങളെ അട്രാക്ട് ചെയ്യുക എന്നൊരു ബോധ്യം ഉണ്ടാകണം. അതനുസരിച്ച് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്നതും ചിന്തിക്കുന്നതും. അപ്പൊ വളരെ ശ്രദ്ധിക്കുക, ഏത് എനർജിയിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ഏത് എനർജിയിൽ ഇരുന്നുകൊണ്ടാണ് അത് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. മാക്സിമം പോസിറ്റീവായിട്ടും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടും ഒക്കെ പറയാനും ചിന്തിക്കാനും ശ്രമിക്കുക, അത് ശീലിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി നമ്മൾ ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന ക്ലൂസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന ക്ലൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾ ബാക്കി 2 ഗ്രൂപ്പ് കണ്ടിട്ട് അതിൽ ഏതാണോ നിങ്ങൾക്കുള്ളത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ ക്ലൂസ് വളരെയധികം നിങ്ങളോട് കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങളെ സഹായിക്കും. ആക്ച്വലി ഈ ഒരു ക്ലൂസ് നിങ്ങൾ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നിങ്ങൾക്കുള്ളതാണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സും അവർ ഈ ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്?
ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ അക്ഷരങ്ങൾ കിട്ടിയെന്ന് നോക്കാം. അപ്പൊ ഇതില് നിങ്ങളുടെയും നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുടെയും ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ, പേരിലുള്ള അക്ഷരങ്ങളൊക്കെ ഉണ്ടാകാം. ഓക്കെ, ഞാ, പ, ള, എ, ഴ, ഭ, ഥ, ച, ന, ഖ, ഖ, ഡ, ല, എ. ഓക്കെ, ഇനി നമുക്ക് തീയതികൾ കിട്ടിയിട്ടുണ്ട്. 1/7/28. ഇപ്പൊ ജനന തീയതി ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. തുലാം, മകരം, മീനം. ഇനി രാശികൾ കിട്ടിയിട്ടുണ്ട്. മീനം രാശി, കന്നി രാശി, കർക്കടകം രാശി, ധനുരാശി. ഓക്കെ, ഇനി ജന്മനക്ഷത്രങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ആയില്യം, മൂലം, രോഹിണി, വിശാഖം, മകയിരം, പൂരാടം, അവിട്ടം, മകം, പൂരോട്ടാതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്, മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയാണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.